ഇന്നലെ നടന്നത് ഓർമ്മയില്ലേ? എനിക്ക് നിന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ നാട്ടുകാർ എനിക്ക് പ്രാന്താ പറയും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ശരി വാ പോവാം. നീ മറ്റുള്ളവരെ പോലെ ആവ്. ആയി ഞാനെങ്ങനെ വിശ്വസിക്കും? നിനക്ക് വിശ്വാസം ഉണ്ടെങ്കി വാ. ഇതും പറഞ്ഞ് അവൾ മുമ്പിൽ നടന്നു. അവൻ വാതിലടച്ച് പിന്നാലെ പോയി. വഴിയിൽ വെച്ച് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടു. അയാൾ അനവധിയെക്കുറിച്ച് അന്വേഷിച്ചു. ആരോ സുഹൃത്തെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ വിശ്വാസായോ? ഇരുവരും ആളൊഴിഞ്ഞ വഴികളിലൂടെ നടന്നു. സമയം അവർക്ക് വേണ്ടി കാത്തുനിന്നില്ല. നിലാവ് പെയ്യുന്ന വഴിയോരങ്ങളിൽ നിശബ്ദതയെ നെഞ്ചോട് ചേർത്ത് രണ്ട് ലോകങ്ങളിലെ രണ്ടുപേർ ഒരുമിച്ച് നടന്നു നീങ്ങി. ഒടുവിൽ ആ വഴി അവസാനിച്ചത് തുറന്ന വിശാലമായ ഒരു സ്ഥലത്താണ്. അവിടെ അവർ നിൽക്കുന്ന ഭൂമിയും കാണുന്ന ആകാശവും മാത്രം, മറ്റൊന്നുമില്ല. നീ എവിടേക്കാ പോയത്? പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്ക്. എന്തിനു? അത് ശരി, എനിക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? സമയം കിട്ടിയില്ല. ഇനിയും പോവോ? പറഞ്ഞിട്ട് പോവാൻ ഞാൻ ആരും അല്ലായിരിക്കും. പക്ഷെ പോയിട്ട് ഇതുപോലെ തിരിച്ചു വരുമോ? ഞാൻ വരണ്ടേ? വരണം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവും. നിനക്ക് ഒരുപാട് ആളില്ലേ? ആര്? ഞാൻ പറഞ്ഞതല്ലേ എന്റെ അവസ്ഥ. മുത്തശ്ശി പോയ പിന്നെ ആകെ ഒരു ശൂന്യതയാ. പിന്നെ ആവും കണ്ണനും പോയി. ഞാൻ ഒറ്റയ്ക്കായി. എനിക്കെപ്പോഴും നിന്റെ കൂടെ നിൽക്കാൻ പറ്റണമെന്നില്ല. നിന്നെ ഒരിക്കലും ഞാൻ തനിച്ചാക്കില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എന്നും എപ്പോഴും. തെളിഞ്ഞു നിന്ന ആകാശത്തെ കാർമേഘങ്ങൾ മറച്ചു. പകലെന്ന് തോന്നിപ്പിക്കും വിധം മിന്നൽ പിളർപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ ഇടിമുഴക്കം. അനവധ്യ പരിഭ്രാന്തയായി കാണപ്പെട്ടു. അവൻ അവളുടെ കൈ പിടിച്ച് അല്പം ദൂരെയായി കണ്ട മരത്തിനടുത്തേക്ക് ഓടി. മരം കടലിലെ പായ്ക്കപ്പലിനെ വെല്ലും വിധത്തിൽ ആടി ഉലഞ്ഞു. അവളുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. മാന്ത്രികത കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്ന ഒരു അപ്സരസ് സാധാരണ മഴയെ അസാധാരണമായി എന്തിനു ഭയക്കണം? എന്നിരുന്നാലും അവൻ അവളെ ചേർത്ത് പിടിക്കാൻ മറന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഇരുവരുടെയും സൗഹൃദത്തിന്റെ വേരുകൾ ആഴത്തിൽ ഉറച്ചു. സദാസമയവും ഇരുവരും ഒന്നിച്ച്. അതെ, അന്ന് പറഞ്ഞ ഡാൻസ് ഇപ്പൊ കളിക്കോ? ഇല്ല, അന്ന് ഒടുക്കത്തെ ജാടയല്ലായിരുന്നു. സോറി, ഇപ്പൊ കളിക്കേ. ഇപ്പൊ എനിക്കൊരു മൂടില്ല. പ്ലീസ്, 2 സ്റ്റെപ്പ്. ഇല്ല ഇല്ല, പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ കളിക്കേ. ഞാനോ? പോടി. കളിക്കേ, ഞാൻ കാണട്ടെ. അവർ വേർപിരിയാനാവാത്ത സുഹൃത്തുക്കളായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അനവധ്യയെ വീട്ടിലാക്കി ആരവ് ഓഫീസിലേക്ക് പോയി. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന അവളുടെ ശ്രദ്ധ തൊട്ടടുത്ത വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കളിച്ച ആ കുട്ടിയിലേക്ക് തിരിഞ്ഞു. അവൾ ആ 5 വയസ്സുകാരനടുത്തേക്ക് പോയി. അവന്റെ നക്ഷത്രം പോലെ തിളങ്ങുന്ന കുഞ്ഞു കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അവൾ അവനോട് പേര് ചോദിച്ചു. പെട്ടെന്ന് ആ മിഴികളിലെ തിളക്കം മങ്ങി. വീടിനകത്തു നിന്ന് അവന്റെ അമ്മ ഇറങ്ങി വന്നു. ശ്രീദേവ് എന്നാ പേര്. അത് ശരി, പേര് പറയാൻ അമ്മ വരണോ? അവന് കേൾക്കാം, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരവ് വന്നു. ആരവിനെ കണ്ടപാടെ ശ്രീ വീടിനുള്ളിലേക്ക് ഓടി. പാവം, അവൻ പേടിച്ചുപോയി. പാവം, അവൻ കാരണം എനിക്ക് എത്ര വഴക്ക് കേട്ടെന്നോ. എന്നിട്ട് അവനൊരു സോറി പോലും വന്ന് പറഞ്ഞില്ല. അപ്പൊ നിനക്കറിയില്ലേ? എന്ത്? അവന് ഉമ്മയാണ്. അവനോ? പക്ഷെ കേൾക്കാം. നിന്നോട് ആര് പറഞ്ഞു? അവന്റെ അമ്മ. അപ്പൊ നിനക്കിതൊന്നും അറിയില്ലായിരുന്നോ? ഇല്ല, ഇവര് അമ്മയും മോനും മാത്രമേ ഉള്ളൂ എന്നറിയാം. അനവധി അവൻ അരികിൽ നിന്നും പോയി. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു. ആരവ് അത് ശ്രീക്ക് നേരെ നീട്ടി. ആദ്യം വിസമ്മതിച്ചെങ്കിലും അനവധ്യയുടെ നിർബന്ധത്തിൽ അവൻ അത് വാങ്ങി. അധികം വൈകാതെ തന്നെ 3 പേരും നല്ല കൂട്ടായി. 1 മാസത്തോളം വീണ്ടും കടന്നുപോയി. ദിവസങ്ങൾ കഴിയുന്തോറും അനവധ്യയുടെ മുഖത്തൊരു ഭയം നിഴലിച്ചു. ആരോ പലപ്പോഴായി ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ ഉറക്കം വരാത്തതിനാൽ പുറത്തിറങ്ങിയ ആരോ കാണുന്നത് ഏകാന്തതയെ കൂട്ടി അനവധ്യ കരയുന്നതാണ്. ഏയ്, എന്തുപറ്റി? താനെന്തിനാ കരയുന്നേ? ഏയ്, കണ്ണിലെന്തോ പൊടി പോയതാ. കള്ളം പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ.
2 ദിവസത്തോളം ആരവിന്റെ പിണക്കം നീണ്ടുനിന്നു. ഒടുവിൽ ആരവിന് മുമ്പിൽ അവൾ തോൽവി സമ്മതിച്ചു. അന്ന് ആരവും മാവും കണ്ണനും വന്നിരുന്ന അതേ കടൽ തീരത്ത് അവർ ഇരുവരും വന്നിരുന്നു. അന്നും അവിടെ ആരുമില്ലായിരുന്നു. തിരമാലകൾ ഉയർന്നു പൊങ്ങി. കാറ്റിന്റെ ശബ്ദവും കടലിന്റെ ഇരമ്പവും കാതിൽ അലയടിച്ചു. ദുഃഖം പേറിയ കണ്ണുകൾ താഴ്ത്തിയിരുന്ന അവളെ കാറ്റിന്റെ താളത്തിനൊത്ത് അവൻ തോളിൽ തട്ടി വിളിച്ചു. അവളുടെ ചുവന്നു കലങ്ങിയ മിഴികൾ അവനു നേരെ തിരിഞ്ഞു. വിടർന്ന കണ്ണുകളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതിന്റെ കാരണം അവൻ വീണ്ടും അന്വേഷിച്ചു. അനന്തമായ ആഴിയെയും വിശാലമായ ആകാശത്തെയും സാക്ഷി നിർത്തി അവളുടെ മനസ്സ് അവനു മുമ്പിൽ തുറന്നു. നിനക്ക് ശരിക്കും അപ്സരസകളെ കുറിച്ച് അറിയോ? ഞാൻ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. നിനക്ക് എന്താ പറ്റിയേ? സ്വർഗത്തെ കുറിച്ചോ? എല്ലാവരും പറഞ്ഞത് വെച്ച് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനെന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഞാൻ കാര്യമായിട്ട് പറയാനാരോ? ഞാനും കാര്യമായിട്ട് തന്നെയാ. നീ പറ, സ്വർഗം എങ്ങനെയാ? നീ സ്വർഗം കണ്ടിട്ടുള്ളതല്ലേ? സ്വർഗം നന്മയുടെ ലോകം, സത്യസന്ധരുടെ ലോകം. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് അവിടെ. അവർണ്ണനീയമായ ഇടം. പക്ഷെ ഞങ്ങൾക്കത് നരകാണ്. എന്നുവെച്ചാ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാനും നിന്നെ പോലൊരു മനുഷ്യനായിരുന്നു. ഹേയ്, വെറുതെ. അല്ല, സത്യം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സാധാരണ പെൺകുട്ടി. വിധി തനിച്ചാക്കിയൊരുവൾ. നൃത്തത്തെ നെഞ്ചോട് ചേർത്തവൾ. 23ാമത്തെ വയസ്സിൽ ക്യാൻസർ. മരണത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. എന്തുകൊണ്ടോ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്ന എന്നെ ഒരു അപ്സരസാക്കണമെന്ന് അവർക്ക് തോന്നി. കേട്ട് മാത്രം പരിചയമുള്ള കെട്ടുകഥകളെന്ന് വിശ്വസിച്ചിരുന്ന ഇവയെല്ലാം നടക്കുമ്പോൾ എനിക്കൊരു തരം ആകാംക്ഷയായിരുന്നു. ഒടുവിൽ പണ്ടത്തെ മുത്തശ്ശിമാരുടെ കഥകളിൽ ഒതുങ്ങി നിന്ന ഒരു കഥാപാത്രമായി ഞാൻ മാറി. വൈകാതെ എന്റെ ജീവന്റെ തുടുപ്പായി ഞാൻ കരുതിയ നൃത്തത്തിലൂടെ അവിടെയുള്ള എല്ലാവരുടെയും പ്രീതി ഞാൻ പിടിച്ചുപറ്റി. പക്ഷെ നിയമങ്ങളാൽ ബന്ധിതരായിരുന്നു ഞാനും എന്നെ പോലെയുള്ള മറ്റുള്ളവരും. അവരുടെ ഇഷ്ടങ്ങൾക്ക് ചുവടുവെക്കണം. അല്ലാത്തപ്പോൾ വിശാലമായ ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അടിമകളായിരുന്നു ഞങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നോടൊരാഗ്രഹം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് നീ ചോദിക്കുന്നത് കേട്ടത്. എന്ത്? ആൺകുട്ടികൾക്ക് വേണ്ടി അപ്സരസ് വരുന്നില്ലല്ലോ എന്ന്. ഒരു തമാശയ്ക്ക് നിന്റെ അടുത്ത് വരാനുള്ള അനുവാദം ഞാൻ ചോദിച്ചു. സമ്മതിക്കുകയും ചെയ്തു. വന്നു, കണ്ടു. ഒരു തവണ മാത്രമായിരുന്നു നിന്നെ കാണാൻ അനുവാദം ലഭിച്ചിരുന്നത്. പക്ഷെ അവരാരും അറിയാതെ ഞാൻ വീണ്ടും വന്നു, കണ്ടു, സംസാരിച്ചു. ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചു. ഒടുവിൽ ഞാൻ പിടിക്കപ്പെട്ടു. എന്നിട്ട് എന്നെ ചങ്ങലയിൽ ബന്ധിച്ചു. തീക്കനലിലൂടെ നടത്തിച്ചു. നൃത്തം ആടരുതെന്ന് വിലക്കി. പിന്നെങ്ങനെ വീണ്ടും? ഒന്നുകിൽ നിന്നെ കാണുന്നതൊഴികെ മറ്റാരെ കാണാനും ഭൂമിയിലേക്ക് വരിക, ഒരു തവണ മാത്രം കണ്ടു മടങ്ങുക. അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നോടൊപ്പം സമയം ചെലവഴിച്ച് എന്റെ ദുർവിധിയെ സ്വീകരിക്കുക. എന്ത് ദുർവിധി? നിന്റെ കൂടെ ഞാനിരിക്കുന്ന ഈ സമയത്തും എനിക്ക് വേണ്ടി നിർമ്മിച്ച മണൽ ഘടികാരത്തിലെ മണൽത്തരികൾ താഴേക്ക് പതിക്കുന്നുണ്ടാവും. കണ്ണുനീർ വറ്റാത്ത 2 ദിനങ്ങൾ. വീണ്ടും വീണ്ടും തന്നെ ഒറ്റപ്പെടുത്തുന്നതിന് ആരവ് അവന്റെ ജന്മത്തെ ശപിച്ചു. പക്ഷെ അനവധ്യ ആരെയും പഴിക്കാൻ നിന്നില്ല. എന്തായിരിക്കും ഇനി തിരിച്ചു പോയാൽ നിനക്ക് സംഭവിക്കുക? അഗ്നി പ്രവഹിക്കുന്ന ഇരുമ്പുകൂട്ടിനുള്ളിൽ 10 വർഷം ബന്ധിതയാക്കും. പിന്നീട് ഒരിക്കലും ഭൂമിയിലേക്ക് പ്രവേശനവും ലഭിക്കില്ല. നിനക്ക് ആദ്യത്തേത് തിരഞ്ഞെടുത്താ പോരായിരുന്നോ? ഈ ശിക്ഷ നീ എങ്ങനെ താങ്ങും? നിന്നെ കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഈ ഭൂമി? ഇപ്പോഴോ? 2 മാസം കഴിഞ്ഞാ നീ എന്നേക്കായി പോവില്ലേ? അത് അതിലും വലിയ വേദനയല്ലേ? നിന്നോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ എന്റെ മുറിവിന് തൈലമാകും. അനവധ്യ, നീ ഞാൻ കാരണോ? നീ നിന്നെ പഴിക്കരുത്. നിന്നെ വീണ്ടും വീണ്ടും കാണാൻ തീരുമാനിച്ചത് എന്റെ ഇഷ്ടപ്രകാരമാണ്. നീ അതിൽ തെറ്റുകാരനല്ല. എങ്കിലും നീ എന്തിനാ പെണ്ണേ നീ? കരയരുത്. പകരം കാലാകാലം ഓർമ്മിക്കാൻ എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ താ. ഞാൻ എക്കാലവും സ്മരിക്കും. പിന്നീട് അവരുടെ ദിനങ്ങളായിരുന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ ദിനങ്ങൾ. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇരുവരും ഓരോ നിമിഷവും ആസ്വദിച്ചു.
പക്ഷെ ആ സന്തോഷങ്ങളെല്ലാം നാളെ ദുഃഖത്തിന് വഴിമാറുമെന്ന കാര്യം ഇരുവരുടെയും മനസ്സിനെ ആഴത്തിൽ നോവിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും അത് പ്രകടിപ്പിച്ചില്ല. അവരുടെ ഓരോ ദിവസങ്ങളും അവസാനിച്ചത് 1000 കഠാര ഒന്നിച്ച് ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന വേദനയിലാണ്. ഇതിനിടയിൽ ശ്രീയെയും അവർ ശ്രദ്ധിക്കാതിരുന്നില്ല. ശ്രീ ആരവനോട് നല്ല കൂട്ടായി. ശ്രീ പറയുന്നതെല്ലാം ആരവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇനി അവളെന്ന ശലഭം ആകാശത്തേക്ക് പറന്നുയരാൻ വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി. അന്ന് പകലിലെ ഊരുചുറ്റലിന് ശേഷം വീട്ടിൽ വന്ന അവരെ കാത്തുനിന്ന കാഴ്ച കരഞ്ഞു കലങ്ങി ആ തിളങ്ങുന്ന കണ്ണുകളാണ്. അന്ന് വൈകുന്നേരം ഉണ്ടായ ഒരു അപകടം അതില്ലാതാക്കിയത് ശ്രീയുടെ ശബ്ദമായിരുന്ന അവന്റെ അമ്മയെയാണ്. ആ 5 വയസ്സുകാരൻ തണുത്തുറഞ്ഞ ജീവനറ്റ ശരീരത്തിന്റെ അവന് മാത്രം അനുഭവിക്കാവുന്ന ചൂടുപറ്റി തന്റെ മാതാവിനെ പുണരുകയാണ്. ഒന്ന് അമ്മയെന്ന് വിളിച്ച് കരയുവാൻ പോലും അവന് സാധിക്കുന്നില്ല. അനവധ്യയ്ക്കും ആരവനും ആ കാഴ്ച കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിലും ഒരു 5 വയസ്സുകാരനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാത്തതിനാൽ തന്നെ അവിടെയുള്ള ആരെല്ലാമോ ചേർന്ന് ശ്രീയെ ഒരു അനാഥാലയത്തിലാക്കി. വീണ്ടും 2 പകലുകൾ കടന്നുപോയി. അവരിരുവരും ഒന്നിച്ചുള്ള അവസാന രാത്രി. നാളെ ഈ സമയം അവൾ ഉണ്ടാകില്ല എന്ന സത്യം അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതിഥിയായി നിശബ്ദത കടന്നു വന്നു. ഒടുവിൽ അനവധ്യ ആ നിശബ്ദതയെ കയറി മുറിച്ചു. ആരോ, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്ത്? എന്തെങ്കിലും ആഗ്രഹം? ഒന്നുണ്ട്, പക്ഷെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ രാത്രി അതും അവർക്ക് മുമ്പിൽ കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ആ നിശയും അവസാനിച്ചു. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും ആളിക്കത്തുന്ന തീയിൽ കാലമർത്തിയതുപോലെയായിരുന്നു. 10, 11, 12 അങ്ങനെ ഓരോ മണിക്കൂറും ഘടികാരത്തിൽ നോക്കി ആരോ വെണ്ണിക്കൊണ്ടിരുന്നു. ഒരു വിശാലമായ സ്ഥലം, ഇരുവശങ്ങളിലും നിരന്നു നിൽക്കുന്ന പൈൻമരങ്ങൾ, ഒരു വശത്തിലൂടെ ഒഴുകുന്ന ഒരു അരുവി, അരുവിക്ക് കുറുകെ പൂക്കളാൽ അലങ്കരിച്ച ഒരു പാലം, അകലെ കുങ്കുമ നിറത്തിൽ അസ്തമയത്തിനൊരുങ്ങുന്ന അരുണൻ, ഇവയ്ക്കിടയിലൂടെ കടന്നു വരുന്ന കാലുകൾ മാത്രം ചലിക്കുന്ന 2 ജീവച്ഛവങ്ങൾ. ഇരുവരും ആ പാലത്തിന് മുകളിൽ നിന്നു. അവന്റെ മിഴിനീർ അവൾക്ക് യാത്രാമൊഴുകി നൽകി. മരവിച്ച ഒരു യാത്രയായപ്പോ. ഞാൻ പോട്ടെ? പോകണ്ടെന്ന് പറഞ്ഞ പോവും. പോയേ പറ്റൂ, വേറെ വഴിയില്ല. വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. ഓഫീസ് വീട്, ഓഫീസ് വീട്. ഇതിനിടയിൽ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാവില്ല. ആവ് പോലും ഇപ്പൊ ഒന്ന് വിളിക്കുന്നും കൂടിയില്ല. എല്ലാം വിധി. അല്ലാതെ ഓർത്ത് സമാധാനിക്കാൻ എന്റെ കൈവശം ഒന്നുമില്ല. അന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവാ. വെറുതെ വിധിയെ പഴിക്കണ്ട. വിധി നിന്നെ തനിച്ചാക്കിയിട്ടില്ല. കൂട്ടിനൊരാളെ തന്നിട്ടുണ്ട്, നിനക്ക് മാത്രം സ്നേഹിക്കാൻ. പിന്നെ ഞാൻ വന്നത് എന്നെ കാണണ്ടായിരുന്നു എന്ന് ശരിക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ പോകാനല്ലായിരുന്നോ? എനിക്കൊന്ന് പിടിച്ചു വെക്കാൻ പോലും കഴിയില്ല. നന്ദി ആരോ, കുറച്ചു കാലം എന്നെ ഞാനായിരിക്കാൻ അനുവദിച്ചതിന്, എന്നെ ഒരു സുഹൃത്തായി കണ്ടതിന്. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് വെറും സൗഹൃദം മാത്രമായിരുന്നോ? അതിൽ കവിഞ്ഞ ഒന്നും നിനക്കെന്നോട് തോന്നിയിട്ടില്ലേ? നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ? പറ അനവധ്യ, അതുകൊണ്ടല്ലേ നീ പിന്നെയും വന്നത്? പോകല്ലേ പ്ലീസ്, എനിക്ക് വേറെ ആരുമില്ല. അനവധ്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
എനിക്ക് ആരില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒന്നില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് നിന്നെയാണ് അനവത്യ വേണ്ടത്. ആരോ, ഞാൻ നിന്നെ എക്കാലവും ഓർക്കും. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. ആവവും കണ്ണനും വിവാഹിതരായി. ആരവും ശ്രീയും തറവാട്ടിലാക്കി താമസം. ആരവ് ഒരു മുത്തശ്ശി കഥ എന്നോണം എല്ലാം ശ്രീക്ക് പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി ശ്രീ അവന്റെ ഡയറിയിൽ അവരുടെ സഫലമാകാതെ പോയ പ്രണയത്തെ കുറിച്ചു വെച്ചു. ഇന്ന് അനവധ്യയുടെ ശിക്ഷയുടെ കാലാവധി കഴിയും. വർഷങ്ങളായി ഉരുകിക്കൊണ്ടിരുന്ന ആരവിന്റെ മനസ്സിൽ ഇന്ന് തണുപ്പ് വീണു. അവൻ കുളക്കടവിലേക്ക് നടന്നു. കുളത്തിനിപ്പോൾ പണ്ടത്തെ ഭംഗിയൊന്നുമില്ല. അവൾ പോയപ്പോൾ അവൾ നിറഞ്ഞു നിന്നെടുത്ത സൗന്ദര്യമെല്ലാം ചോർത്തിക്കൊണ്ടാണ് അവൾ പോയത്. അവൻ ചന്ദ്രനെ നോക്കി. അതിന്റെ പ്രഭ കൂടിക്കൂടി വന്നു. അവൻ പുഞ്ചിരിച്ചു. അത് അവൾ കാണുന്നുണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം ദൂരത്തു നിന്നെങ്കിലും അവൾ അവനെ കണ്ടു. അവന്റെ കണ്ണുകളിൽ കാത്തിരിപ്പിന്റെ നോവുണ്ട്. നെഞ്ചിൽ അവളോടുള്ള പ്രണയമുണ്ട്. മുടികളിൽ ചെറുങ്ങനെ നരകേറി തുടങ്ങിയിട്ടുണ്ട്. അവൾ അസ്ത്ര പൊഴിച്ചു. പ്രകൃതിയുടെ മട്ടും ഭാവവും മാറുന്നത് ആരോ ശ്രദ്ധിച്ചു. ഒരു ജലഗണം അവന്റെ നെറ്റിയിൽ പതിച്ചു. അത് അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് വേഗത്തിലാക്കി. അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. കൃത്യമായ ഇടവേളകളിൽ വീണ്ടും ജലഗണങ്ങൾ അവന്റെ നെറ്റിയിലും കവിളുകളിലും ചുണ്ടിലും പതിച്ചു. അവൻ തിരിച്ചറിവോടെ പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകൾ ആനന്ദത്താൽ അശ്രു പൊഴിച്ചു. ശ്രീ ജനാലയിലൂടെ കുളക്കടവിലിരിക്കുന്ന ആരവനെ നോക്കി. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് മേൽപോട്ട് നോക്കിയിരിപ്പാണ്. അവനുമേൽ മാത്രം പതിക്കുന്ന ജലഗണങ്ങളെ ശ്രീ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. ശേഷം വീണ്ടും പേനയെടുത്തു. അവൻ ഇങ്ങനെ എഴുതി: അവർ പ്രണയിക്കും, ഒരിക്കലും സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും. ഒരു തണലായി കടലിനെ സംരക്ഷിക്കുന്ന ആകാശത്തെ പോലെ, സൂര്യന്റെ ചൂടിൽ മാത്രം വിരിയുന്ന താമരയെ പോലെ, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അപൂർണമായ പ്രണയകഥ. An incomplete love story between the heaven and the earth. ഒരു തരത്തിൽ നോക്കിയാൽ ഇത് പൂർണ്ണമാണ്. പ്രണയിക്കുന്നത് 2 ശരീരങ്ങളല്ലല്ലോ, മനസ്സല്ലേ. അവർ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേസമയം ആരവിന്റെ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന ആ ചുണ്ടുകൾ കണ്ണീരിന്റെ ഉപ്പുരസം നുഴഞ്ഞ് മന്ത്രിച്ചു: അനവദ്യ.